നിറഞ്ഞവരെ എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സമാഗതമാകാൻ പോകുന്ന ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആദ്യമേ തന്നെ നേരുകയാണ്. നമ്മൾ ഏതാനും ദിവസങ്ങളായി ക്രിസ്തുമസിനെ കുറിച്ച് ധ്യാനിക്കുകയും വിചിന്തനങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു വരികയാണ്. പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണീശോയെ കാണുന്നതിന് വേണ്ടി നിരവധി കഥാപാത്രങ്ങളാണ് പുൽക്കൂട്ടിലെത്തുന്നത്. അതിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ കാണാനെത്തിയ രാജാക്കന്മാരെ കുറിച്ചാണ്. നക്ഷത്രം നോക്കി പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യ ശിശുവിനെ കാണുന്നതിന് വേണ്ടി 3 രാജാക്കന്മാരാണ് എത്തുന്നത്. അവർ വന്നത് ഒരു വഴിയിലൂടെയും അവർ ഉണ്ണീശോയെ കണ്ടതിന് ശേഷം മടങ്ങുന്നത് മറ്റൊരു വഴിയിലൂടെയുമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനും പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണീശോയെ നമ്മൾ കാണും. ഉണ്ണീശോയെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നത് ഒരു പുതിയ വഴിയിലൂടെ ആയിരിക്കണം. ഇത്രയും നാളും നിറഞ്ഞ പാപം നിറഞ്ഞ വഴിയിലൂടെയായിരുന്നു നമ്മുടെ സഞ്ചാരമെങ്കിൽ ഉണ്ണീശോയെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നത് ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാനാകണം. ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.